തൃശൂർ DCC യോഗത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനം. സ്വയം പ്രഖ്യാപിത തൃശൂർ സ്ഥാനാർത്ഥിയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യം. കെ സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചതും സന്ദീപ് വാര്യർ തൃശൂർ ലക്ഷ്യം വെക്കുന്നത് കൊണ്ടെന്നും ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തി. സന്ദീപ് വാര്യരെ തൃശൂരിലെ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, സന്ദീപ് വാര്യർക്കെതിരെ വലിയ രൂക്ഷ വിമർശനമാണ് തൃശൂർ DCCയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയരുന്നത്? നീലിമ, സന്ദീപ് വാര്യർക്കെതിരെ തൃശൂർ DCCയിൽ ഒന്നാകെ ഒരു വിമർശനം, രൂക്ഷ വിമർശനം എന്ന് തന്നെ വേണം പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം നടന്ന DCC യോഗത്തിലാണ്, അതായത് ആ യോഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള മുതിർന്ന നേതാക്കളുടെ അടക്കം യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ സന്ദീപ് വാര്യരെ തൃശൂരിലെ പരിപാടികളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ ചുമതല വീതിക്ക് നൽകിയിരിക്കുന്ന മുതിർന്ന നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആ നേതാക്കളുടെ യോഗത്തിലാണ് ഇത്തരത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ കടുത്ത ഭാഷയിൽ, രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനം ഉയർന്നത്. അതായത് സ്വയം പ്രഖ്യാപിത തൃശൂർ സ്ഥാനാർത്ഥി എന്ന് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് KPCCയുടെ ചുമതലയുള്ളവർ തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി അടക്കം ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചതും തൃശൂരിലെ സീറ്റ് മോഹിച്ചുകൊണ്ടാണ്